पति ब्रह्मचारी। എന്റെ ഭഗവാനേ, സൂരജ്, നീ എന്താ ഇവളുടെ കൂടെ? അത് പിന്നെ ഞാനിങ്ങോട്ട് നോക്കാൻ വന്നതാ വല്യമ്മേ. ഇവരിവിടെ ശരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോന്ന്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കാൻ വന്നതാ. രാവിലെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരുത്തിയതല്ലേ. എന്റെ ഭഗവാനാണ് സത്യം. ഇനി എന്തെങ്കിലും നഷ്ടങ്ങൾ ഇവള് വരുത്തിയാലുണ്ടല്ലോ, ബാക്കി ഞാൻ അപ്പ പറയാം. പോട്ടെ, വല്ലാതെ ദാഹിക്കുന്നു. വെള്ളം എടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. എവിടെയാ? വന്നാലേ കാര്യം മനസ്സിലാവും. പക്ഷേ സർലാൻഡി, അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. അടുക്കള ആകെ കുളമാണ്. അത് വല്യമെങ്ങാനും കണ്ട ഈശാമടത്തിന്റെ കാര്യം പോക്ക. വല്യമ്മ അടുക്കളയിലേക്ക് പോണ്ട. എന്താ കാര്യം? അത് കാൽമുട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കല്ലേ, വേദന ഉണ്ടാവും, ബുദ്ധിമുട്ടാവില്ലേ? ഈ സമയത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടത്. അതുകൊണ്ട് വല്യമ്മ അവിടെ ചെന്നിരുന്നോ, വെള്ളം ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. എന്നാ വല്യമ്മേ, കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. കുടിച്ചോളൂ വല്യമ്മേ. എന്റെ മോനെ, ഞാൻ തോറ്റു. തനി തങ്കം പോലെ എന്റെ മോൻ. ഇവൻ എങ്ങനെ ഇവളുടെ വലയിൽ ചെന്ന് പെട്ടാന്നറിയില്ല. അത് മുറിവ് പറ്റിയെടുത്തന്നെ മുളക് പറ്റിയതാ. ഞാൻ ബാൻഡേജ് എടുത്തിട്ട് വരാം. ഈ കാണുന്നതൊക്കെ ഒരു നല്ല ബന്ധത്തിന്റെ തുടക്കം തന്നെയാണോ? ജോലികളെല്ലാം തീർന്നു. താങ്ക് യു. അല്ല, നിങ്ങളിത് എന്തായി ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ കിടന്നോളൂ, താഴെ കിടന്ന ശീലം ഉണ്ടാവില്ല. ഞാൻ അവിടെ കിടന്നോളാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ താഴെ കിടന്നോളാം. ഞാൻ പറഞ്ഞ കേട്ടില്ലേ? പ്ലീസ്, നിങ്ങൾ മോളിൽ കിടന്നോളൂ, ഞാൻ താഴെ കിടന്നോളാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാൽ അതെങ്ങനെ ശരിയാ? കിടന്നോളാം. അല്ല, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ? तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी, कैसी है ये दास्तां ये. ആഞ്ജനേയ, അങ്ങേക്ക് അറിയാലോ ഞാനൊരു ബ്രഹ്മചാരിയാണ്. അത് ഇതിൽ മുഴങ്ങുന്ന ശബ്ദം എന്നെ ഓർമ്മിപ്പിച്ചോണ്ടേയിരിക്കും.
സമ്മതിച്ചേ പറ്റൂ. നിനക്കപ്പോ ബുദ്ധിയൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. പണി ഇനിയും തീർന്നിട്ടില്ല. अजब है कहानी गजब है फसाना ഗുഡ് നൈറ്റ്. है रिश्ता ये कैसा ഗുഡ് നൈറ്റ്. न जाना अलग है मिजाज एक दूजे से बिल्कुल पर चल रहा कारवां ये कारवां ഹലോ. എന്താ സൂര്യ ചേട്ടാ? നീ പറഞ്ഞ ശരിയാ. തല്ലും ബഹളവും കൊണ്ടൊന്നും നടത്തിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം സൗഹൃദം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് മാഡം എന്നോട് കുറെ സംസാരിച്ചു. താങ്ക്സ് എടാ. ആൻഡ് ഗുഡ് നൈറ്റ് മോനെ. കൊള്ളാലോ ബ്രഹ്മചാരി, ഒറ്റ ദിവസം കൊണ്ട് ചേച്ചിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയോ? കൊള്ളാം. എന്നാലേ ഈ ഫ്രണ്ട്ഷിപ്പ് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറക്കും. ഇനിയിപ്പോ വലിയ പ്രശ്നം വരില്ല. മാഡത്തിന് എത്രയും പെട്ടെന്ന് അച്ഛനടുത്തേക്ക് പറഞ്ഞേക്കാം. അതെ, ഇനി ചേട്ടത്തെ അച്ഛന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളും. അത് വണ്ടിയുടെ ഗ്യാരണ്ടിയാ. ബൈ. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു ഒറ്റ അടിക്കാനും മനുഷ്യൻ എഴുന്നേറ്റ് പോകുമല്ലോ. സൂര്യം കെടുത്താൻ വേണ്ടി ഓരോന്നും. ഇതൊന്നും നിർത്തിക്കേ. എന്താ ഇത് രാവിലെ തന്നെ ചെവിക്കുള്ളിലേക്ക് വന്ന് അടിക്കുന്നേ? ഞാനിവിടെ അടിച്ചതല്ല കാര്യം. ദേ അവിടെ ഒന്നും കേൾക്കുന്നില്ലേ? എത്ര നേരം അടിക്കുന്നു? എന്താ ചെവി കേട്ടൂടെ? ഓ ഗോഡ്, അബദ്ധത്തിൽ ഞാൻ 7:30 അലാറം വെച്ചേ. നേരം പോയല്ലോ, വൈകി പോയി. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇനിയിപ്പോ എവിടുന്ന് തുടങ്ങണ്ടേ? അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ആദ്യം ഇതുപോലെ വെക്ക്, എന്നിട്ട് പതിയെ പരത്ത്, എന്നിട്ട് ചൂടാവുമ്പോ ഇങ്ങനെ പതിയെ മറിച്ചിട്ട് വേവിക്കണം. നോക്ക്, ശരിയായില്ലേ? ചേട്ടാ വെളിയിലല്ല, അകത്ത്. എന്താടാ? അകത്തേക്ക് പോ പ്ലീസ്. ചേട്ടത്തിയുടെ ഫ്രണ്ട്ഷിപ്പ്. പ്ലീസ് ചേട്ടാ. അല്ല, വല്യമ്മ എവിടെ? വല്യമ്മ റിയ അമ്പലത്തിൽ പോയിരിക്ക. പക്ഷേ അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് എന്നോട് ചപ്പാത്തി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിരിക്ക. എനിക്കാണെങ്കിൽ ആട്ട പോലും കുഴക്കാൻ അറിയില്ല. കണ്ണീരൊഴുക്കിയതുകൊണ്ടേ ചപ്പാത്തി താനെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലെന്ന് അറിയാം. ആദ്യം നിങ്ങളെ ഈ കരയിന്നൊന്ന് നിർത്ത്, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? ഈ പെണ്ണ് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ എല്ലാ പണിയും ഞാൻ തന്നെ. ഇവള് ഇതെന്താ? രണ്ട് പ്ലേറ്റ് പാസ്തയോ? അനിയൻ പാസ്ത കഴിക്കാൻ വേണ്ടി ആരുടെ കൂടെയാ പോയേ? ചിലപ്പോ രണ്ടാമത്തെ ആള് ആ മഹാറാണി ആയിരിക്കോ?
ഏറ്റവും ആദ്യം ആട്ടയില് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ദേ ഇട്ടു. അത് കഴിഞ്ഞ് ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞ് ദേ ഇങ്ങനെ മിക്സ് ചെയ്യണം. അപ്പൊ ദേ ആട്ട ഇങ്ങനെ ഫുട്ബോൾ പോലെ ആവും. ഈ ഫുട്ബോളിൽ നിന്ന് നമ്മൾ ഒരു കഷ്ണം മുറിച്ചെടുക്കുന്നു, എന്നിട്ട് അതിനെ ഒരു ടെന്നീസ് ബോൾ ആക്കുന്നു. ബോൾ അതിനുശേഷം ഇതിനെ അതിൽ വെച്ച് പരത്തണം. ഇവിടെ ഇങ്ങനെ വെച്ച് ദേ ഇങ്ങനെ പരത്തണം. പ്രസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പ്രസ് ചെയ്യണം, കൂടുതൽ ബലം കൊടുക്കരുത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോ ദേ ഇങ്ങനെ പൂർണ്ണചന്ദ്രന്റെ ആകൃതിയിൽ ഒരു നല്ല ചപ്പാത്തി കിട്ടും. താങ്ക് യു. നീ വളരെ നല്ല ടീച്ചറാണല്ലോ. ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ സമയമാണത്. നോക്കിഷ മാഡം, ഇപ്പൊ ആവശ്യത്തിന് ആട്ട, വെള്ളം, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോ ഒരു പെർഫെക്റ്റ് ചപ്പാത്തി ഉണ്ടായില്ലേ? അതുപോലെ തന്നെ ബന്ധങ്ങളിലും ഇതുപോലെ ചില ബാലൻസ് ഒക്കെ വേണം. അങ്ങനെ ബാലൻസ് ഇല്ലെങ്കിലേ നമ്മൾ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ആ ബന്ധങ്ങളൊന്നും നിലനിൽക്കില്ല. ആ എന്റെ വീട്ടിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ഒന്നും കോമൺ ആയിട്ടുണ്ടെന്ന് തോന്നില്ല. വല്യമ്മയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അതിന് എത്ര ശ്രമിച്ചാലും ശരി, എത്ര ബുദ്ധിമുട്ടിയാലും ശരി, അതുകൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല. കാരണം ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതേ അല്ല. അതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. പ്ലീസ് പ്ലീസ്, ഇതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അപകടത്തിൽ സഹായിക്കുന്നവനാ കൂട്ടുകാരൻ, തോറ്റോടാൻ പറയുന്നവനല്ല. ശരിയാണ്, എനിക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഈ ജീവിതത്തോട് പൊരുത്തപ്പെടാനും പറ്റുന്നില്ല. പക്ഷെ ഒരു ദിവസം എല്ലാം ശരിയാവും. ഈ ചപ്പാത്തിയും എന്റെ ജീവിതവും. ഹായ്, കൊള്ളാലോ. ഇത്രയും നല്ല ഷേപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ വർഷങ്ങൾ എടുത്തല്ലോ. ഈ മഹാറാണിക്ക് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നോ? അല്ലാതെ എങ്ങനെയാ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും മെച്ചപ്പെട്ടത്? സമ്മതിച്ച പറ്റേഷ, നിങ്ങളൊരു ഫാസ്റ്റ് ലേണർ തന്നെയാ. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്നാ പറയാ. സങ്കല്പം സംസ്കാരത്തിന്റെ. എന്റെ മരുമകളുടെ കൈകൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി കണ്ടിട്ട് എന്റെ മനസ്സ് നിറഞ്ഞു. ഇത് നമ്മളെ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ അച്ഛനിന്ന് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കും. എന്തായാലും നന്നായി. ഇതാ ഇവളിന്ന് ശരിക്കും ഉണ്ടാക്കിയ ചപ്പാത്തി. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ഇത്രയും നല്ല ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല. അവരങ്ങനെ നന്നാകാനും പോകുന്നില്ല. എടാ സൂരജെ, നീയും ഇവളുടെ കൂടെ ചേർന്ന് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? ഈ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയത് ഇവളൊന്നും അല്ല, സൂരജിന്റെ പണിയാ.
ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തിൽ വരേണ്ടത് സത്യസന്ധമായ അധ്വാനത്തിൽ നിന്നുണ്ടാവുന്ന വിയർപ്പിന്റെ മണവാ, വല്ലവരുടെയും ചോരയുടെ മണമല്ല. ഗുലാബ് സിംഗിന്റെ ഗുണ്ട ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിലും ഭേദം ഞാൻ വല്ല വിഷം കഴിച്ച് മരിക്കുന്നതാണ്. കൊള്ളാം. ഇതാ മോളെ, വാങ്ങിക്ക്. ആദ്യത്തെ ഭക്ഷണത്തിന്റെ സന്തോഷം. നന്നായി മോളെ. മോളുണ്ടാക്കിയ ചപ്പാത്തിയിൽ ഭംഗിയുണ്ടാവില്ല, പക്ഷെ ഇതിൽ സത്യസന്ധതയുടെ മണമുണ്ട്, അധ്വാനത്തിന്റെ സ്വാദുണ്ട്. അത് മതി മോളെ. ഇവളുണ്ടാക്കിയ കരിഞ്ഞ ചപ്പാത്തിയൊക്കെ ഇവള് തന്നെ കഴിക്കണം. ഇന്നലെ രാത്രി കഴിച്ചതുപോലെ തന്നെ. എന്റെ അമ്മയെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഈ കഴിഞ്ഞ സാധനമൊന്നും അവൾ ഇന്നലെ കഴിച്ചിട്ടില്ല, അവളിനി കഴിക്കാനും പോണില്ല. അനിയൻ ഇവളെയും കൊണ്ട് പാസ്ത വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ വിശ്വാസമാവുന്നില്ലേ? ഇത് നോക്കിയേ, ബില്ല് സൂരജിന്റെ പാന്റിൽ നിന്നും കിട്ടിയതാ. പാസ്തയോ? മര്യാദ കേട്ടവള്. വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഇവളുണ്ടാക്കിയ തല്ലിപ്പൊളി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ നീ ഏത് രാജ്യത്തെ മഹാറാണിയാ? ഞങ്ങളുടെയൊക്കെ കണ്ണി പൊടിയിട്ടിട്ട് രാത്രി ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാൻ. എടുത്തേ വല്യമ്മേ, അത് ഇഷ മാഡത്തിനെ ഞാനാ കൊണ്ടുപോയത്. മാഡം വരാൻ തീരെ ഒരുക്കല്ലായിരുന്നു, ഞാൻ നിർബന്ധിച്ചിട്ടാ. എന്റെ ഭഗവാനെ, ഇതും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇവള് കാരണം നീ നിന്റെ വല്യമ്മയോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? എല്ലാം ഇവള് പഠിപ്പിച്ചതായിരിക്കും അല്ലേ? അല്ല വല്യമ്മേ, വല്യമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെയൊന്നും അല്ല. മാറുതി. എടി, ഞങ്ങളൊക്കെ ഇവിടെ ഉണങ്ങി കരിഞ്ഞ ചപ്പാത്തി കഴിക്കണോ അല്ലേ? നീ വലിയ മഹാറാണി. ഞങ്ങളെയൊക്കെ ഇവിടെ വിഡ്ഢികളാക്കിയിട്ട് നീ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയല്ലേ? എന്താ ഇത് ചേട്ടത്തി? എന്താ ഇത്? അനിയ, ആരും ഇതിൽ ഇടയിൽ കയറണ്ട. ഇത് ഞങ്ങളുടെ അടുക്കളക്കാരിയോ. ഇവള് ഈ വീട്ടിലെ മരുമകളാണെന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നേ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവള് അറിയണ്ടേ? ഈ വീട് എന്താണെന്നും ഇവിടത്തെ രീതികളും നിയമങ്ങളും ഒക്കെ എങ്ങനെ അനുസരിക്കണോന്ന് അറിയണ്ടേ? എന്താ വേണ്ടടി? വല്യമ്മേ മതി, ഇരിക്കേ, ഒന്ന് കൂടാം. ഇരിക്കേ, വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ വല്യമ്മേ, വീണ്ടും വയ്യാണ്ടാവും. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നീ നിന്റെ വല്യമ്മയോട് ഒന്നും ഇതുവരെ ഒളിച്ചിട്ടില്ല. ഇതിപ്പോ സത്യസന്ധമായി പറ, ഇവള് പറഞ്ഞിട്ടല്ലേ നീ ഇവൾക്ക് പാർട്ടി നടത്താൻ കൊണ്ടുപോയത്? കുട്ടിക്കാലം മുതൽ നീ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാ വളർന്നത്. അങ്ങനെ വളർത്തിയ മോനെ സ്വന്തം സാരിത്തുമ്പി കെട്ടാൻ നോക്കുക ഇവള്. ഇന്നലെ പാസ്ത കഴിക്കാൻ കൊണ്ടുപോയി, ഇന്ന് നിന്നെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിച്ചു. എനിക്കറിയാം, നാളെ ഇവള് നിന്നെ എനിക്കെതിരായി തിരിച്ച് ഈ വീട്ടിലെ ഭരണം അവള് കൈയടക്കും. അതെനിക്ക് ഉറപ്പാ. അങ്ങനെയുള്ള മുതലാ ഇവിടെ. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. വല്യമ്മ, ഞാൻ സത്യം പറയുന്നത്. ഇതിൽ മാഡം ഒരു തെറ്റും ചെയ്തിട്ടില്ല. വല്യമ്മേ പ്ലീസ്, ഇത്തവണത്തേക്ക് ഇത് പോട്ടേന്ന് വെക്കുന്നേ പ്ലീസ്. ഇന്നലെ വരെ അമ്മ ഈശയെ വാക്കുകൾ കൊണ്ട് മാത്രമേ തല്ലിട്ടുള്ളൂ.
ഇന്ന് കൈ പൊക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അത്ര എളുപ്പം വിടാൻ ചാൻസ് ഇല്ല. ഒന്ന് മിണ്ടാതിരിക്കും. എന്തിന്? ഇന്ന് വരെ അമ്മ എന്നെയാ ചപ്പാത്തി പോലെ പരത്തിയത്. ഇന്ന് ഇവളെ പൂരി പോലെ ചട്ടയിലിട്ട് തിളപ്പിക്കും. ആ? അയ്യോ എന്റെ ഈശ്വര, അമ്മേ നോക്ക്, ഈ വൃത്തിയിട്ട് വെള്ളം എവിടുന്നാ വരുന്നേ? ഇത് പാത്രം കഴുകുന്ന സിങ്കിന്റെ അടിയിൽ നിന്നാണല്ലോ. ആ അമ്മേ, വേസ്റ്റുകളൊക്കെ അടിഞ്ഞോടിയിട്ടുള്ള വെള്ളം ഒന്നിച്ച് പുറത്തേക്ക് വരിക. ഹലോ മാഡം, ഇന്നലെ രാത്രി പാത്രങ്ങളൊക്കെ നീയല്ലേ കഴുകിയത്? പാത്രം കഴുകിയ സമയത്ത് പാത്രത്തിലെ വേസ്റ്റുകളൊക്കെ എടുത്ത് പുറത്തിട്ടായിരുന്നോ? വേസ്റ്റുകളോ? അതെ, വേസ്റ്റുകൾ തന്നെ. ആ അതെ അമ്മേ, ചേട്ടത്തി കേട്ടോ അമ്മേ, ഇവള് പാത്രത്തിലെ വേസ്റ്റ് ഒന്നും കളയാതെ അതിലിട്ട് കഴുകിയിരിക്കുന്നേ. അപ്പൊ പിന്നെ അതെല്ലാം അവിടെ പോയി അടിയാതിരിക്കോ? സിങ്ക് ബ്ലോക്ക് ആയിട്ട് വെള്ളം മുഴുവൻ പോവാ അമ്മേ. ആ ശരി, സാരമില്ല, നിങ്ങൾക്ക് മാറി നിൽക്കേ, ഇതിപ്പോ ഞാൻ ശരിയാക്കി തരാം. നിക്കവിടെ, അവിടെ നിൽക്ക. ഇവളല്ലേ വേസ്റ്റ് അല്ല അവിടെ ഇട്ടത്, അപ്പൊ അവള് തന്നെ അത് വൃത്തിയാക്കുകയും വേണം. വലിമേ, വലിമ പതുക്കെ. തെറ്റാര് ചെയ്തോ ശിക്ഷ അവര് തന്നെ അനുഭവിക്കണം. ഇവളല്ലേ വേസ്റ്റ് ഒക്കെ അതിലിട്ടത്, അപ്പൊ ഇവള് തന്നെ അത് വൃത്തിയാക്കുകയും വേണം. കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ അറിയില്ല നിനക്ക്. ഒരബദ്ധം പറ്റിയതാ മുതലാളി, പറ്റിപ്പോയി, ക്ഷമിക്കണം. അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. എന്ത് ജോലിയാ നീ ചെയ്യുന്നേ? നിനക്ക് നേരെ കണ്ണു കണ്ടൂടെ? ഇപ്പൊ തന്നെ കുഞ്ഞിന്റെ കയ്യോ കാലോ പൊട്ടിയേനെ. നിനക്ക് സാധാരണ ശിക്ഷ തന്നാ പോരാ, മുട്ടുകുത്തി ഇരിക്കണം. എന്നിട്ട് വീടിന്റെ തറ മുഴുവൻ തുടക്കി. എവിടെങ്കിലും ഒരു തുള്ളി വെള്ളം കണ്ടാലുണ്ടല്ലോ, പിന്നെ എന്ത് സംഭവിക്കുമെന്നറിയോ? എന്റെ ഭഗവാനെ, ഇങ്ങോട്ട് വാടി. എന്റെ ഭഗവാനാണ് സത്യം. ഈ ജന്മത്ത് നിനക്ക് എന്റെ മരുമകളാകാൻ സാധിക്കില്ല. നീ കാരണം ഞാൻ കുറെ അനുഭവിച്ചു. അതിനുള്ള പ്രതികാരം ഞാൻ എണ്ണി എണ്ണി ചോദിക്കും. ഇത്രയും വൃത്തികേടായ സ്ഥലം വിഷമട എങ്ങനെ വൃത്തിയാക്കാനാ? മാഡത്തിന് ഇതൊന്നും ശീലമുള്ള കാര്യമല്ല.